KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തീവ്രവാദ ചിന്താഗതിക്കാർ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. LDF-നെ വെല്ലുവിളിച്ച് PC ജോർജ്. പൂഞ്ഞാറിൽ LDF-ന്റേത് പേയ്മെന്റ് തീരുമാനമെന്നും PC ജോർജ്. ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണത്തിന് ഹൈക്കോടതി സ്റ്റേ. സർക്കാരിന് വിശ്വാസവോട്ട് തേടാം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർക്ക് പണമടക്കാൻ മാർഗരേഖയായി. ഈജിപ്ഷ്യൻ യാത്രാ വിമാനം റാഞ്ചി. ഈജിപ്തുകാരെ വിട്ടയച്ചു. ജീവനക്കാരെയും വിദേശികളെയും ബന്ദികളാക്കി. കേരളത്തിൽ UDF-ന്റെ തുരപ്പൻ ഭരണമാണെന്ന് BJP തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സുരേഷ് ഗോപി. കർണാടക സ്റ്റേറ്റ് ഉലമ കോൺഫറൻസ് ഏപ്രിൽ 2-ന് മംഗലാപുരത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച സൗദിയിലെത്തും. വാർത്തകൾ വിശദമായി. LDF-നെ വെല്ലുവിളിച്ച് PC ജോർജ്. പൂഞ്ഞാറിൽ LDF-ന്റേത് പേയ്മെന്റ് തീരുമാനമെന്ന് PC ജോർജ്. സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് ഫാരിസ് അബൂബക്കർമാരും ചാക്ക് രാധാകൃഷ്ണന്മാരുമാണ്. കോട്ടയത്തെ ഒരു മണ്ഡലത്തിലും ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് 200 വോട്ടിൽ കൂടുതലില്ലെന്നും ജോർജ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF-നായി പ്രസംഗിച്ചു. അന്നും പിണറായി കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും PC ജോർജ് പറഞ്ഞു. പൂഞ്ഞാറിൽ ജനപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പേയ്മെന്റ് സീറ്റല്ല, ഇടതുപക്ഷ മുന്നിൽ ഉണ്ടായിരിക്കുന്നത് പേയ്മെന്റ് ഡിസിഷനാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, കോട്ടയം ജില്ലയിൽ ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് 200 വോട്ടുള്ള ഒരു നിയോജകമണ്ഡലം പോലുമില്ല. എന്നാൽ PC ജോർജിനുള്ള വോട്ട് എത്രയെന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന് വെള്ളിയാഴ്ച വിശ്വാസവോട്ട് തേടാമെന്നും നൈനിറ്റാൾ ഹൈക്കോടതി ഉത്തരവിട്ടു. അതേസമയം പുറത്താക്കപ്പെട്ട വിമത MLA-മാർക്കും വിശ്വാസവോട്ടെടുപ്പിൽ പങ്കെടുക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. BJP നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവ്. വിശ്വാസവോട്ട് തേടേണ്ടതിന്റെ തലേദിവസമാണ് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഭരണത്തകർച്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സർക്കാരിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ചാണ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ 9 പാർട്ടി MLA-മാർ വിമത നീക്കം നടത്തിയതോടെയാണ് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ പ്രതിസന്ധി ആരംഭിച്ചത്. സംസ്ഥാന ബജറ്റ് പാസാക്കാനൊരുങ്ങുമ്പോഴായിരുന്നു 9 കോൺഗ്രസ് MLA-മാർ സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. മുൻ മുഖ്യമന്ത്രിയും ഹരീഷ് റാവത്തിന്റെ എതിരാളിയുമായ വിജയ് ബഹുഗുണയുടെ നേതൃത്വത്തിലായിരുന്നു വിമത നീക്കം. കഴിഞ്ഞ 4 വർഷമായി കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഉത്തരാഖണ്ഡിൽ നിയമസഭയിലുള്ള ആകെയുള്ള 70 അംഗങ്ങളിൽ 36 കോൺഗ്രസ് അംഗങ്ങളും പുരോഗമന ജനാധിപത്യ സഖ്യത്തിലെ 6 അംഗങ്ങളും ഹരീഷ് റാവത്തിനെ പിന്തുണച്ചിരുന്നു. കേരളത്തിൽ UDF-ന്റെ തുരപ്പൻ ഭരണമാണെന്നും ദുർഭരണം ജനങ്ങൾ വിലയിരുത്തുമെന്നും നടൻ സുരേഷ് ഗോപി. ആര് ജയിക്കണമെന്നുള്ളതല്ല, ആര് തോൽക്കണം എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിലെ വിഷയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് BJP തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആര് തോൽക്കണം, ആര് ഇനി ഒരു 10-15 വർഷം കേരളത്തിലെ ഭരണകസേരകൾ കാണാൻ പോലും പാടില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് കേരളത്തിലെ UDF ആയിരിക്കണം. UDF-ന്റെ തലവാചകമായ വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്നത് തിരുത്തണം. വളരണം ഈ നാട്, തുലയണം ഈ ഭരണം എന്നാണ് തലവാചകം മാറ്റേണ്ടത്. കളങ്കിതരായ മന്ത്രിമാർ വീണ്ടും മത്സരിക്കുന്നത് BJP-ക്ക് ഗുണം ചെയ്യും. UDF-നെ അടുത്ത 15 വർഷത്തേക്ക് ഭരണത്തിലേറ്റാതിരിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. 5 വർഷത്തെ ദുർഭരണം, 5 വർഷത്തെ വഞ്ചനാപരമായ ഭരണം, 5 വർഷത്തെ തുരപ്പൻ ഭരണം എന്ന് പറയുന്നത് ചർച്ചയാവാൻ, ശക്തമായ ചർച്ചയാവാനുള്ള വേദികൾ BJP-യുടെ അണികൾ, അതുപോലെ തന്നെ BJP-യെ സഹായിക്കുന്ന BDJS പോലെ, അതുപോലെ തന്നെ ശ്രീ PC തോമസിന്റെ പാർട്ടി LJP, ഇവരെല്ലാം ശക്തമായി മുന്നോട്ട് വന്ന് 5 വർഷം, അതിനു മുമ്പുള്ള 55 വർഷം ഇതിന്റെ സത്യസന്ധമായ ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് നൽകാൻ സാധിക്കണം.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർക്ക് പണമടക്കാൻ മാർഗരേഖയായി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. 2016 ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ട റിസർവ് എ വിഭാഗത്തിൽപ്പെട്ടവരും അഥവാ 70 വയസ്സിന് മുകളിലുള്ളവരും 5ാം വർഷക്കാരും 1ാം ഗഡു പണമടക്കേണ്ട അവസാന തീയതിയും മറ്റ് വിവരങ്ങളും ബന്ധപ്പെട്ട ട്രെയിനർമാർ ഓരോ കവർ ഹെഡിനെയും ഫോൺ മുഖേന അറിയിക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഒരാൾക്ക് 81,000 രൂപയാണ് 1ാം ഘട്ടത്തിൽ അടക്കേണ്ടത്. പണമടക്കാനുള്ള ബാങ്ക് റഫറൻസ് നമ്പർ കമ്പ്യൂട്ടറിൽ ലഭ്യമായതിനു ശേഷം മാത്രമേ പണമടവ് സാധ്യമാകൂ. ഈ കാര്യങ്ങൾ പത്രങ്ങൾ മുഖേന എല്ലാവരെയും അറിയിക്കും. പണമടച്ച രശീതിയുടെ ഒറിജിനൽ ഹജ്ജ് കമ്മിറ്റി ഓഫീസിലെത്തിക്കണം. നിശ്ചിത ഫോറത്തിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഓരോ അപേക്ഷകനും നിർബന്ധമായും ഹാജരാക്കണം. ഫോറത്തിന്റെ മാതൃക ഗൈഡ് ലൈൻസിന്റെ 21ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും ട്രെയിനർമാരിൽ നിന്നും ഫോറത്തിന്റെ മാതൃക ലഭിക്കും. ഇത് ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ട തീയതിയും ട്രെയിനർമാർ അറിയിക്കും. മാർച്ച് 30-നകം മുഴുവൻ ഹാജിമാരെയും ട്രെയിനർമാർ ബന്ധപ്പെടും. ട്രെയിനർമാർ ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഹാജിമാരുണ്ടെങ്കിൽ 30-ന് ശേഷം ജില്ലാ ട്രെയിനറുമായോ ഹജ്ജ് കമ്മിറ്റി ഓഫീസുമായോ ബന്ധപ്പെടണം. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഈജിപ്ഷ്യൻ യാത്രാ വിമാനം റാഞ്ചി. അലക്സാണ്ട്രിയയിൽ നിന്ന് കെയ്റോയിലേക്ക് പോയ ഈജിപ്ഷ്യൻ എയറിന്റെ MS-181 എയർബസ് വിമാനമാണ് റാഞ്ചിയത്. വിമാനത്തിൽ 80 യാത്രക്കാരാണുണ്ടായിരുന്നത്. വിമാനം സൈപ്രസിലെ ലെർനാക്ക വിമാനത്താവളത്തിൽ ഇറക്കി. വിമാനത്തിൽ നിന്ന് മുഴുവൻ ഈജിപ്തുകാരെയും മോചിപ്പിച്ചുവെന്ന് വിമാന കമ്പനി അറിയിച്ചു. വിമാനത്തിൽ ഇപ്പോൾ 8 ജീവനക്കാരും 4 വിദേശികളും മാത്രമാണുള്ളത്. വിമാനം റാഞ്ചിയ ആളുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. ഈജിപ്ഷ്യൻ സ്വദേശിയായ ഇബ്രാഹിം സാംഹെ എന്നയാളാണ് വിമാനം തട്ടിയെടുത്തതെന്ന് തിരിച്ചറിഞ്ഞു. യൂറോപ്പിൽ രാഷ്ട്രീയ അഭയം വേണമെന്നാണ് ഇയാളുടെ പ്രധാന ആവശ്യം. പ്രാദേശിക സമയം 8:46-നാണ് ലെർനാക്കയിൽ വിമാനം ഇറക്കിയത്. ആയുധധാരിയായ ഒരാളാണ് വിമാനം റാഞ്ചിയതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. രാജ്യസ്നേഹം ഒരു സമുദായത്തിന്റെയും കുത്തകയല്ലെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി വിയർപ്പൊഴുക്കിയവരിൽ നാനാജാതി മതസ്ഥരുമുണ്ട്. എല്ലാവർക്കും തുല്യത കൽപ്പിക്കുന്ന ഭരണഘടനയാണ് നമ്മുടേത്. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അവർ ദേശവിരുദ്ധരാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള അക്കാദമി ലോ കോളേജ് സെന്റർ ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡെമോക്രസി, ടോളറൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിറിയക് ജോസഫ്. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് പ്രതിഷേധിക്കാനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ഭരണകൂടം പിരിച്ചുവിടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കേന്ദ്രം വ്യക്തമാക്കേണ്ടിവരും. കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം DMK-യും ബിജു ജനതാദൾ ഉൾപ്പെടെയുള്ള കക്ഷികളും രംഗത്തെത്തിയിരുന്നു. ബീഹാറിലെ അനുഭവത്തിൽ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ BJP നിന്ദ്യമായ മാർഗങ്ങൾ തേടുകയാണെന്നും ഇത് അപലപിക്കപ്പെടേണ്ടതാണെന്നുമാണ് സമാജ്വാദി പാർട്ടി നേതാവ് രാകേഷ് ദീക്ഷിത് പ്രതികരിച്ചത്. കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ജനതാദൾ യുണൈറ്റഡ് നേതാവ് KC ത്യാഗിയും പ്രതികരിച്ചു. ജനാധിപത്യത്തിനു നേർക്കുള്ള കടന്നാക്രമണമെന്നാണ് CPM നേതാവ് സീതാറാം യെച്ചൂരിയും ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി സന്ദർശനം ഏപ്രിൽ 2-3 തീയതികളിൽ നടക്കും. സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൌദി സന്ദർശനം. ഏപ്രിൽ 2-ന് സൌദി അറേബ്യയിലെത്തുന്ന പ്രധാനമന്ത്രി ഭരണാധികാരി സൽമാൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ, മേഖലയിലെ പ്രശ്നങ്ങൾ മുതലായവ വിവിധ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യയും സൌദിയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രയോജനപ്പെടുമെന്ന് ഇന്ത്യൻ എംബസി നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. 2010-ൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൌദി സന്ദർശനത്തിൽ നടത്തിയ റിയാദ് പ്രഖ്യാപനം വിഭാവനം ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ, പ്രതിരോധ കാര്യങ്ങളിൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെൽജിയം, വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലെ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് സൌദി തലസ്ഥാനമായ റിയാദിലെത്തുക. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി, രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ്, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ മോദിയെ അനുഗമിക്കുന്നുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്ര
ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം. അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. എസ്എസ്എഫിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം. കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മതപ്രമാണങ്ങളുടെ സംരക്ഷണവും പ്രചാരണവും പണ്ഡിത സമൂഹത്തിന്റെ ദൌത്യമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാർക്കസ് ഓഡിറ്റോറിയത്തിൽ സമസ്ത താലൂക്ക് പണ്ഡിത ക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സുന്നി വിശ്വാസാചാരങ്ങൾ പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ്. തീവ്രവാദ ചിന്താഗതിക്കാർ ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത താലൂക്ക് സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കോടമ്പുഴ ബാബ മുസ്ലിയാർ, അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി, ഇസ്മായിൽ സഖാഫി പെരുമണ്ണ, TK അബ്ദുറഹ്മാൻ ബാക്കവി, ഹസീനാർ മുസ്ലിയാർ വള്ളിക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. മർക്കസു സഖാഫത്തി സുന്നിയ കർണാടക വിദ്യാർത്ഥി സംഘടന KSO സിൽവർ ജൂബിലി ഭാഗമായി സംഘടിപ്പിക്കുന്ന കർണാടക സംസ്ഥാന പണ്ഡിത സംഗമം ഏപ്രിൽ 2-ന് മംഗളൂരു ടൌൺ ഹാളിൽ നടക്കും. സംഗമം രാവിലെ 9:30-ന് മംഗലാപുരം ഖാദി സയ്യിദ് ഫസൽ ഖുറ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കും. സമസ്ത ഉപാധ്യക്ഷൻ ഷിറിയ ആലിക്കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. കർണാടക ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ, അബ്ദുറഷീദ് സൈനി, കാമിൽ സഖാഫി കക്കിഞ്ച് തുടങ്ങിയവർ പ്രസംഗിക്കും. അഞ്ചുമൂർത്തി മംഗലം അണക്കപ്പാറ വാദിറഹ്മ സാന്ത്വന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണവും അനാഥ പെൺകുട്ടികളുടെ വിവാഹവും നാളെയും മറ്റന്നാളുമായി അണക്കപ്പാറ ബീരാൻ ഔലിയ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകിട്ട് 7 മണിക്ക് മതപ്രഭാഷണത്തിൽ അബ്ദുൽ ലത്തീഫ് സായദി പഴശ്ശി മുഖ്യപ്രഭാഷണം നടത്തും. 31-ന് നടക്കുന്ന അനാഥ യുവതികളുടെ മംഗല്യം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാർമ്മികത്വം വഹിക്കും. PK ബിജു MP മുഖ്യാതിഥിയാകും. സാന്ത്വന ഭവനം താക്കോൽദാനം കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാരും, ശിലാസ്ഥാപനം N അലി മുസ്ലിയാരും, കുടിവെള്ള പദ്ധതി സമർപ്പണം മാരായമംഗലം MP അബ്ദുറഹ്മാൻ ഫൈസിയും നിർവഹിക്കും. വിവാഹ സഹായ വിതരണം AK ബാലൻ MLA, VC കബീർ, KE ഇസ്മായിൽ, C കൃഷ്ണകുമാർ, CV ബാലചന്ദ്രൻ എന്നിവർ നിർവഹിക്കും. വിവിധ സഹായ വിതരണം NK സിറാജുദ്ദീൻ ഫൈസി, EV അബ്ദുറഹ്മാൻ ഹാജി, CK രാമചന്ദ്രൻ, MB സിദ്ദീഖ് സഖാഫി, UA മുബാറക് സഖാഫി തുടങ്ങിയവർ നിർവഹിക്കും. കർണാടകയിലെ മതവിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം നൽകുന്ന സുന്നി എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ 15ാം വാർഷികാഘോഷ ഭാഗമായി നടത്തപ്പെടുന്ന 15 പരിപാടികളിൽപ്പെട്ട മുഅല്ലിം മുസാബഖ സംസ്ഥാനതല കലാപരിപാടികൾ ഏപ്രിൽ 5-ന് രാവിലെ 10 മുതൽ സുള്ളിയ ടൌൺ മദ്രസ മൈതാനിയിൽ നടക്കും. മദ്രസാധ്യാപകരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും കലാവാസനയുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനുമാണ് മുഅല്ലിം മുസാബഖ സംഘടിപ്പിക്കുന്നത്. റേഞ്ച് ജില്ലാ മുസാബഖകൾ പൂർത്തിയായി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവ്രവാദ ചിന്താഗതിക്കാർ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇന്ത്യൻ പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച സൌദിയിലെത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർക്ക് പണമടക്കാൻ മാർഗരേഖയായി. LDF-നെ വെല്ലുവിളിച്ച് PC ജോർജ്. പൂഞ്ഞാറിൽ LDF-ന്റേത് പേയ്മെന്റ് തീരുമാനമെന്നും PC ജോർജ്. കേരളത്തിൽ UDF-ന്റെ തുരപ്പൻ ഭരണമാണെന്ന് BJP തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സുരേഷ് ഗോപി. ഈജിപ്ഷ്യൻ യാത്രാ വിമാനം റാഞ്ചി. ഈജിപ്തുകാരെ വിട്ടയച്ചു. ജീവനക്കാരെയും വിദേശികളെയും ബന്ദികളാക്കി. കർണാടക സ്റ്റേറ്റ് ഉലമ കോൺഫറൻസ് ഏപ്രിൽ 2-ന് മംഗലാപുരത്ത്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.